വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ നൂറ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനലിനടുത്ത് ആരോ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അന്നേരം ആരാ എന്ന് ചോദിക്കുമ്പോൾ ജനലിങ്ങനെ തുറക്കുന്നുണ്ട്. അന്നേരം അനൂപിനെ കാണുമ്പോൾ പഠിച്ചവനെ ഇതെന്താ ഈ സമയത്ത് അപ്പുറത്ത് എല്ലാവരും ഉണ്ട്, അനൂപിനെ കണ്ടാൽ അവർ ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് തീക്കളിയാണ് എന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടി തീക്കളി കൊണ്ട് തല ചൊറിയാൻ വരെ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ചെറിയ തീ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിനെ കുറിച്ച് പിന്നെ അനൂപിനെ അറിയില്ല, വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരുന്ന സ്വഭാവമുള്ളവരാണ്. ഈ നസീർക്കായുടെ കൂട്ടുകാരെല്ലാം ഗുണ്ടകളാണ്, അവർ കണ്ടാൽ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ നീ കരയുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇനി ഞാൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്ന് പ്ലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്കിൽ പിന്നെ ഞാൻ ഇപ്പം പോവാം, പക്ഷെ നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുകയാണ്. അന്നേരം എന്നെ കൊന്നാലും ഞാൻ വരില്ല എന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ ഞാൻ അകത്തേക്ക് വരും, ഇവിടെ എങ്ങും വേറെ ആരും ഇല്ല, ഒന്ന് വന്നേ, ഇല്ലെങ്കിൽ ഞാൻ അകത്തേക്ക് വരുമെന്ന് അനൂപ് 2-3 തവണ പറയുമ്പോൾ നൂറ് പറയുന്നുണ്ട് പുറത്തെങ്ങും ആരും ഇല്ലയെന്ന് ഉറപ്പാണല്ലോ, എങ്കിൽ ഞാൻ വരാമെന്ന്. അന്നേരം ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നിട്ടേ അവർക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, ആ ഒരു ഉറപ്പ് പോരെ, മോൾ ഇറങ്ങി വാ എന്നിങ്ങനെ പറയുമ്പോൾ നൂറ് ഇറങ്ങി ചെല്ലുന്നുണ്ട്. തുടർന്ന് നൂറിൻ്റെ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അനൂപാണെങ്കിൽ ഇവിടെ എങ്ങും ആരുമില്ല, നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി എന്ന് പറയുകയാണ്. അന്നേരം ഇതിനാണോ എന്നോട് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നൂറാണെങ്കിൽ അനൂപിൻ്റെ കൈ ഇങ്ങ് മാറ്റുന്നുണ്ട്. അന്നേരം എൻ്റെ പെണ്ണ് കുറേ സാത്താമ്മയുടെ നടുവിലാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടൊന്ന് ആശ്വസിപ്പിക്കണമെന്ന് തോന്നി, ഒന്ന് കാണണമെന്ന് തോന്നി, അതിനാണ് വന്നതെന്ന് പറയുമ്പോൾ എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. മൈലാഞ്ചി കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് നിക്കാഹാണ്. മനസ്സിൽ ഒരാളെ പ്രതിഷ്ഠിച്ചിട്ട് പിന്നെ കല്യാണത്തിനായിട്ട് മറ്റൊരാളുടെ കൂടെ ജീവിക്കാനായിട്ട് നൂറുണ്ടാവില്ല, സത്യം എന്ന് പറയുകയാണ്. അന്നേരം ഞാനിവിടെ തടി പോലെ മുന്നിൽ നിൽക്കുകയല്ലേ, ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം നമുക്കങ്ങ് മറക്കാം, പിന്നീട് അതൊക്കെ എപ്പോഴെങ്കിലും ഓർക്കാം എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വയ്ക്കാം എന്നൊക്കെ പറയുമ്പോൾ മരിച്ചു കളയും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ നൂറ് നിൽക്കുകയാണ്. അന്നേരം അങ്ങനെയൊന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നൂറിൻ്റെ തോളിലേക്ക് അനൂപ് കൈവയ്ക്കുന്നുണ്ട്. ഞാൻ നിന്നെ കൂടെ കൂട്ടാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും, മറ്റൊരാൾക്ക് നിന്നെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെയും എനിക്ക് ആശ തരികയാണോ എന്നൊക്കെ നൂറിങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നൂറിനങ്ങ് സങ്കടം വരുന്നുണ്ട്. ഈ സമയത്ത് സുബൈദയാണെങ്കിൽ അടുക്കളയിലേക്ക് ഇങ്ങനെ ജഗ്ഗിൽ വെള്ളം എടുക്കാൻ വരുമ്പോൾ ഇവരൊന്ന് സംസാരിക്കുന്ന കണ്ടിങ്ങനെ അന്തമിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം നമുക്ക് ബാംഗ്ലൂർക്ക് പോകണം, അതിന് മുന്നേ രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്ന് പറയുകയാണ്. അന്നേരം രജിസ്റ്റർ മാരേജോ എന്ന് പറയുകയാണ്. അതെ, വേറെ ആരും അറിയില്ല, നമ്മളും കൂട്ടുകാരും കൂടി പോകുന്നു, എന്നിട്ട് അവിടെ എനിക്കറിയാവുന്ന അത് തന്നെയാണ്, നോട്ടീസ് ബോർഡിൽ ഇടുന്നത് വരെ ആരും അറിയില്ല, ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ നിന്നെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കാം, പിന്നെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ, നാളെ 11 മണിക്ക് നമുക്കവിടെ എത്തണമെന്ന് പറയുകയാണ്. അന്നേരം നാളെയോ എന്നിങ്ങനെ നൂറ് ചോദിക്കുകയാണ്. അന്നേരം അതെ, നാളെ പാർക്കിനടുത്ത് വന്നിട്ട് ഞാൻ നിനക്ക് മെസ്സേജ് ഇടാം, അപ്പോൾ ഇറങ്ങി വന്നേക്കണം എന്ന് പറയുമ്പോൾ നൂറിങ്ങനെ ഒരു ഷോക്ക് നിൽക്കുകയാണ്. അന്നേരം സുബൈദ ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം പിടിച്ച് കുലിക്കുകയാണ് നൂറിനെ അങ്ങോട്ട് അനൂപ്. അന്നേരം വരില്ല, ഇറങ്ങി വന്നേക്കണം, സമയത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാമെന്ന് പറയുമ്പോൾ നൂറ് സമ്മതിക്കുന്നുണ്ട്. അതേസമയം വിഷ്ണു ആണെങ്കിൽ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ മടങ്ങിയാണ്. ഈ സമയത്ത് വഴിയിലാണെങ്കിൽ ഒരു ഓട്ടോക്കാരനും ഒരു അച്ഛനും മോളും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു ഓട്ടോ വിളിച്ച് വന്നതാണ്. അപ്പോൾ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് അവർ വേറെ വണ്ടി വരുന്നുണ്ടോ നോക്കി നിൽക്കുമ്പോഴാണ് വിഷ്ണുവിൻ്റെ വണ്ടി വരുന്നത്. അന്നേരം കൈ കാണിക്കുമ്പോൾ വിഷ്ണു നിർത്തുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് ഇവർ ഓട്ടം വിളിച്ച് വന്നതാണ്, പക്ഷെ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി, ഇവരെ ഒന്ന് അപ്പുറത്തേക്ക് ആക്കിയെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ അല്ല, ഞാൻ ആ വഴിയല്ല, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഈ അച്ഛനാണെങ്കിൽ സുഖമില്ലാത്തതാണ്. പിന്നെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് അച്ഛനെ കൊണ്ട് നടക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് ചേട്ടാ എന്ന് പറയുമ്പോൾ ഇയാളിങ്ങനെ സങ്കടത്തോടെ പറയുകയാണ്, നടന്നാൽ ശ്വാസം മുട്ടുമെന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു അനുവിനെ പറയുന്നുണ്ട് എൻ്റെ അച്ഛന് സുഖമില്ലാത്തതാണ്, ഞാൻ നേരത്തെ ചെല്ലാമെന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ പോണ ആ റൂട്ടല്ല, ഞാൻ ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്കാണെന്ന് പറയുമ്പോഴാണ് ഇയാൾ പറയുന്നത് നടന്നാൽ ശ്വാസം മുട്ട് കൂടും, പിന്നെ ഇവള് മാത്രമേ ഉള്ളൂ, മരുന്നിന് പിന്നെ ഇവള് തന്നെ ഓടേണ്ടി വരും, മോൻ്റെ അച്ഛനാണ് ഇങ്ങനെ ഒരു ഗതി വന്നെങ്കിൽ മോൻ സഹായിക്കില്ലേ, മോൻ സഹായിച്ചാൽ 100 കോടി പുണ്യം കിട്ടുമെന്നും പറഞ്ഞ് ഇയാൾ തൊഴുതുകൊണ്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ വിഷ്ണുവിന് സങ്കടം വരുന്നുണ്ട്. അന്നേരം ഈ ഓട്ടോക്കാരനും പറയുന്നുണ്ട് നമ്മുടെ ഓട്ടോക്കാർക്ക് ഓട്ടം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ചേട്ടാ എന്തോന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പുറത്തെ ജംഗ്ഷനിലാക്കിയാൽ മതിയെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം അത് മതി, പിന്നീട് നമ്മൾ നടന്നായാലും പൊയ്ക്കോളാന്ന് പറയുകയാണ്. തുടർന്ന് കയറാൻ പറയുമ്പോൾ അവർ കയറുന്നുണ്ട്. തുടർന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം ഇത്ര രാത്രി ആയതെന്താ, നേരത്തെ വീട്ടിൽ പൊയ്ക്കൂടായിരുന്നു, ഇതുവഴിയുള്ള യാത്ര അപകടകരമാണ് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഇവരുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി പോയതാണ്, കല്യാണ ആവശ്യത്തിന് വേണ്ടി വീട്ടിലിരുന്നാൽ എല്ലാം നടക്കില്ലല്ലോ, ഇവള് തന്നെ എല്ലാത്തിനും പോകണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ ഒരു കൈസഹായത്തിന് ആരും ഇല്ല എന്നുള്ളത്, എല്ലാം വരുന്നത് പോലെ നടക്കുമെന്നും പറഞ്ഞ് ഇയാൾ ആകെ വിഷമത്തിലാണ്. ഈ പെൺകുട്ടി ആകെ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. അത് വിഷ്ണു ആണെങ്കിൽ ഈ കണ്ണാടി കൂടി ഈ കുട്ടിയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്.
ഇതേസമയം അവിടെ നൂറാണെങ്കിൽ അനൂപ് പോയിട്ട് തിരിച്ച് അടുക്കള വാതിൽ കൂടി അകത്തേക്ക് കയറുമ്പോൾ സുബൈദ അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്. അന്നേരം നൂറ് ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട്. തുടർന്ന് സുബൈദയെ നോക്കാതെ അങ്ങ് നൂറ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പിടിച്ചു നിർത്തുന്നുണ്ട്. നൂറ് എന്താ നിൻ്റെ ഉദ്ദേശം, ഇതൊക്കെ എന്തൊക്കെയാ എന്ന് ചോദിക്കുമ്പോൾ ഇതല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറയുകയാണ്. എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ നീ എന്തൊക്കെ പ്ലാൻ ചെയ്താൽ ഇവിടെ ഉള്ളവർ ഇതൊന്നും നടത്തില്ല, ഇവരുടെ സ്വഭാവമൊക്കെ നിനക്ക് അറിയില്ലേ എന്ന് പറയുകയാണ്. അന്നേരം പക്ഷേ മാമി വിചാരിച്ചാൽ എന്നെ സഹായിക്കാനായിട്ട് പറ്റും, പിന്നെ മാമിയാണെങ്കിൽ എൻ്റെ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്ത് എന്നെ സംരക്ഷിച്ചോളാം എന്നുള്ളതല്ലേ, പക്ഷേ ഉമ്മയുടെ അടുത്തേക്ക് അയക്കാം എന്നല്ലല്ലോ എന്നും പറഞ്ഞ് സുബൈദയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ്. അന്നേരം മോളെ, പക്ഷേ ഇവിടുത്തെ അവസ്ഥ, എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, അവരിതൊന്നും നടത്തില്ല, അവരൊന്നും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ മാമി വിചാരിച്ചാൽ നടക്കും. മാമി എൻ്റെ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ, എന്നെ ഒരു മോളായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സഹായിക്കണം, എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല, മനസ്സിൽ ഒരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ജീവിക്കാനായിട്ട് പറ്റില്ല, അതിനും ഭേദം മരണമാണ് എന്ന് പറഞ്ഞ് നൂറങ്ങ് കരയുകയാണ്. സുബൈദയുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട്, എന്നെ സഹായിക്കണം, എന്നെ ഇതിലേക്ക് മരണത്തിലേക്ക് തള്ളിവിടരുത് എന്നൊക്കെ പറയുമ്പോൾ ഈ പിന്നെ പറയുന്ന പയ്യൻ നല്ലവനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് അനൂപ് നല്ലവനാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ആളാണെന്ന് പറയുമ്പോൾ മാമി അതുകൊണ്ടല്ല ചോദിക്കുന്നത്, എൻ്റെ മോനെ കല്യാണം കഴിക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോൾ വേറൊരു പരാജയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അതെനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല, നിൻ്റെ ജീവിതം നീ തന്നെ തിരഞ്ഞെടുക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ നല്ല രീതിക്ക് തന്നെ പോകും, പക്ഷെ മാമി എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ അതല്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ലല്ലോ, എന്തായാലും ഇന്നൊരു രാത്രി കഴിയട്ടെ, നമുക്ക് നാളെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, ഏതൊരവസ്ഥയിലും നിൻ്റെ കൂടെ ഞാനുണ്ടാകും, ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് തരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് നൂറിനെ സുബൈദ സഹായിക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതേസമയം രാത്രി കിടന്നുറങ്ങുന്ന സതിഭാമയാണെങ്കിൽ രാഘവൻ നായരെ ആരൊക്കെ ഉപദ്രവിക്കുന്നതായിട്ടും രാഘവൻ നായർ ഇങ്ങനെ തലയിടിച്ച് വീഴുന്നതായിട്ടും ഒക്കെ സ്വപ്നം കണ്ട് രാഘവേട്ടാന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ്. തുടർന്ന് ലൈറ്റിട്ട് നോക്കുമ്പോൾ കട്ടിലിൽ രാഘവൻ നായരില്ല. അന്നേരം ഇത് എവിടെ പോയി, രാത്രി എവിടെ പോയി, ഇനി പുറത്തോട്ടെങ്ങാനും ഇറങ്ങിപ്പോയോ എന്നും പറഞ്ഞിട്ട് ആ റൂമിൻ്റെ കതവ് തുറന്ന് ഹാളിലേക്ക് വരുമ്പോൾ രാഘവൻ നായരാണെങ്കിൽ അവിടെ ഇങ്ങനെ ഓരോ പേപ്പറിൽ ഇങ്ങനെ കുത്തിക്കുറിച്ച് ചുറ്റിക്കൂട്ടി കളയുന്നുണ്ട്. ഒരു ഡയറിയിൽ ഓരോന്ന് ഒപ്പിടാൻ ശ്രമിക്കുകയാണ് രാഘവൻ നായർ. എന്നിട്ട് ശരിയാവാത്തപ്പോൾ വീണ്ടും കീറി കളയുന്നുണ്ട്. അന്നേരം ഇതെന്താ പാതിരാത്രി ഉറങ്ങേണ്ട സമയത്തിന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇതെന്താ വരച്ച് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചുറ്റും നോക്കുകയാണ്. അന്നേരം അത് ഭാമയെ ഞാനേ എൻ്റെ ഒപ്പം മറന്നുപോയി, അത് ഓർത്തെടുത്ത് ഇടാൻ നോക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം നിങ്ങൾ ശാലിനിയോടൊപ്പം പോയിട്ട് വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെ കുഴപ്പം, നിങ്ങളുടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന എവിടേക്കാണ് അവൾ നിങ്ങളെ കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് എനിക്ക് ഭാമ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവിടെ ഒപ്പിടാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഓർത്തെടുക്കുകയാണ്, ഇടാൻ ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ വെളിയിൽ വിഷ്ണു വണ്ടി ഓട്ടോ വരാൻ ശബ്ദം കേൾക്കുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ വിഷ്ണു വന്ന വണ്ടി ഒതുക്കിയ സൈഡിലേക്ക് ഇടുകയാണ്. അന്നേരമാണെങ്കിൽ വിഷ്ണു വന്നു തോന്നുന്നു, അവനോട് ഞാൻ ചോദിക്കട്ടെ എന്താണെന്നുള്ളതെന്നും പറഞ്ഞ് ഭാമ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഇതേ സമയം വിഷ്ണു ആണ്ട് ഓട്ടോയിൽ ടാർപ്പായൊക്കെ വെച്ച് മൂടിയതിന് ശേഷം അകത്തേക്ക് കയറുന്നുണ്ട്. പക്ഷേ ആ ഓട്ടോയിൽ ആ പെൺകുട്ടിയുടെ കയ്യിലിരുന്ന ബാഗ് ഇങ്ങനെ ഓട്ടോയിൽ കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. വിഷ്ണു അകത്തേക്ക് കയറുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര വൈകിയതെന്നുള്ളത്. അന്നേരം ഒഴിവാക്കാൻ പറ്റാത്തൊരു ഓട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രാത്രി ഉറക്കം വിളിച്ചുള്ള ഓട്ടം ഒന്നും വേണ്ടാന്ന് പറയുകയാണ്. അന്നേരം അല്ല ഇതെന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ രാഘവൻ നായർ ശ്രദ്ധിക്കുന്നുണ്ട്, എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്, പാതിരാത്രി ഉറങ്ങേണ്ട സമയത്ത് ഇവിടെ വന്ന് ഒപ്പിട്ട് പഠിക്കുകയാണെന്നുള്ളത്, ഞാനില്ലാത്ത സമയത്ത് നോക്കി നിൻ്റെ ഭാര്യ എൻ്റെ അച്ഛനെ വന്ന് വിളിച്ചുകൊണ്ടുപോയി, എന്നിട്ട് ഈ കോലത്തിലാണ് തിരിച്ചുകൊണ്ടാക്കിയത്, കണ്ടില്ലേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എവിടേക്ക് അവൾ കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ എടാ മോനെ, ശാലിനി എന്നെ കൊണ്ടുപോയതേ ആ പഴയ വീട് എൻ്റെ പേരിലേക്ക് എഴുതി തരാനാണ്, പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാനെല്ലാം മറന്നുപോയി, അവർ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കൂ, ഞാനാണെന്ന് ഉറപ്പ് വരുത്താനായിട്ട്, പിന്നീട് ഒപ്പിടാനായിട്ട് പറഞ്ഞു, പേര് പോലും മറന്നുപോയ ഞാൻ എങ്ങനെയാണ് ഒപ്പിടുന്നത്, ദേ നോക്കി ഇതിലേതാടാ എൻ്റെ ഒപ്പ് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരുടെ ആ ഒരവസ്ഥ കാണുമ്പോൾ വിഷ്ണുവിനും സത്യഭാമയ്ക്കും അങ്ങ് വിഷമം വരുന്നുണ്ട്. അന്നേരം ഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, ദേ കണ്ടില്ലേ ഇനിയെങ്കിലും അവളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്, എന്ത് ദ്രോഹമാണ് ഞങ്ങൾ അവളോട് ചെയ്തത്, അവൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭാമ ദേഷ്യപ്പെടുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണു അറിയുകയാണ്, അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ശാലിനി ചെയ്യാൻ പോയത് ഒരു നല്ല കാര്യത്തിനല്ലേ, ആ ഒരു വീടും പറമ്പും അച്ഛൻ്റെ പേരിലേക്ക് എഴുതാനല്ലേ കൊണ്ടുപോയത്, അതെങ്ങനെ ദ്രോഹമാവും എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവളിങ്ങനെ ഞങ്ങളെ സ്നേഹിക്കേണ്ട, അവളുടെ ഔദാര്യമൊന്നും വേണ്ട, ആ വീടും പറമ്പും ഇനി എനിക്കോ നിൻ്റെ അച്ഛനോ വേണ്ട, അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലരുതെന്ന് നിൻ്റെ ഭാര്യയോടൊന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ തൊഴുതൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരവും വിഷ്ണു ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്.
അമ്മ ശാലിനിയെ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അമ്മയ്ക്ക് ശാലിനിയോട് ദേഷ്യമാണ് ആ മനസ്സ് മുഴുവൻ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കറിയാമേടാ, നിൻ്റെ മനസ്സ് അവിടെ, നിൻ്റെ ദേഹം മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നീ വാങ്ങിയ ഓട്ടോയ്ക്ക് പോലും നീ ഓട്ടോശ്രീ എന്ന് പേരിടില്ലല്ലോ, ഒരു കുടുംബശ്രീയും ഒരു ഓട്ടോശ്രീയും എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. അന്നേരവും വിഷ്ണു ദേഷ്യം, ഭാമ നീ എന്തൊക്കെയായി പറയുന്നത്, എന്താണ് മോനെ എന്നൊക്കെ രാഘവൻ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല അച്ഛാ, അമ്മ എന്തുവേണോ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു ആണെങ്കിൽ കയ്യിരുന്ന ആ ഓട്ടോയുടെ താക്കോലങ്ങ് മേശപ്പുറത്തേക്ക് എറിയുന്നുണ്ട്. പക്ഷെ അത് തെറിച്ച് ആ റൂമിൻ്റെ സൈഡിൽ എങ്ങോട്ടോ അങ്ങ് വീഴുകയാണ്. തുടർന്ന് സത്യഭാമൻ പറയുന്നുണ്ട്, ദേ ഒരു കാര്യം ഓർത്തോ വിഷ്ണു, നിൻ്റെ മനസ്സിലുള്ള ഒന്നും നടക്കില്ല. ആ സ്വത്തൊക്കെ എങ്ങോട്ട് എഴുതി കൊടുത്തിട്ട് എൻ്റെ കൂടെ ശാലിനിയെ മരുമകളായിട്ട് ആ വീട്ടിൽ നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. വെട്ടിമാറ്റിയതും അറുത്തു മാറ്റിയതും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കൂട്ടി യോജിപ്പിക്കാനായിട്ട് നീ മുതിരുകയും വേണ്ട, ഞാനായിട്ട് സമ്മതിക്കത്തുമില്ല. ഈ സത്യഭാമയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഭാമ അങ്ങോട്ടകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ അങ്ങോട്ട് ഒപ്പിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ പേപ്പർ എടുത്ത് കാണിച്ചിട്ട്, എടാ മക്കളെ എൻ്റെ ഒപ്പ് ഏതാണ്, നോക്കടാ നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാടെ വിഷമം വരുന്നുണ്ട്. വിഷ്ണു അച്ഛനെയും നോക്കുന്നുണ്ട്, ഭാമ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ആ വീടും പറമ്പും തിരിച്ചെടുത്ത് എൻ്റെ കൂടെ ശാലിനിയെ മരുമകളായിട്ട് നിർത്താനാണെങ്കിൽ ഞാൻ ജീവനുള്ളിടത്തോളം കാലം നടത്തില്ല, വെട്ടിമാറ്റിയതും അറുത്തു മാറ്റിയതും അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ പറഞ്ഞത് വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാടെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് ഈ വിഷ്ണുവിൻ്റെ ഓട്ടോയിൽ വന്ന അച്ഛനും മകളുമാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ പടിക്കൽ കാത്തു നിൽക്കുന്നുണ്ട്. അന്നേരം നിങ്ങളെന്താ ഇത്രയും വൈകിയും ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം, നീ ആദ്യം കുറച്ച് വെള്ളം എടുക്ക്, കഴിക്കാനും എന്തെങ്കിലും വേണം, അത്രയ്ക്ക് അലഞ്ഞിട്ട് അച്ഛനും മോളും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് അവരെ അമ്മയാണെങ്കിൽ ഭക്ഷണം എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇയാൾ പറയുന്നുണ്ട്, വീട്ടിലെത്തിയപ്പോഴാണ് ഒന്ന് സമാധാനമായതെന്ന്. അന്നേരം ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് അച്ഛാ, അലച്ചിലോട് അലച്ചിലാണെന്ന് പറഞ്ഞ് കുട്ടിയും നിൽക്കുന്നുണ്ട്. ഇത്രയും ആകുമ്പോഴേ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ആ ബാഗ് വിഷ്ണുവിൻ്റെ ആ ഓട്ടോയിൽ കിടക്കുന്ന ആ സീനും കാണിക്കുന്നുണ്ട്. വിഷ്ണു ആ താക്കോൽ എടുത്തെറിയുകയും ചെയ്തു. പക്ഷേ ബാഗ് എടുക്കാനായിട്ട് താക്കോൽ വേണ്ടായിരിക്കുമല്ലോ, ഓട്ടോ അല്ലേ. പക്ഷേ ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയാണ് ഇവർ ഈ ബാഗ് നോക്കുമ്പോൾ ഈ സ്വർണം അടങ്ങിയിരിക്കുന്ന ബാഗ് കാണില്ല എന്ന് മനസ്സിലാവുന്നത്. പിന്നീട് ഇനി വിഷ്ണുവിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഇനി വിഷ്ണുവിൻ്റെ ആട്ടോ ഇനി എന്തിനെങ്കിലും കൊണ്ടുപോകുമോ എന്താണ് എന്നുള്ളതെന്നാണ് അറിയേണ്ടത്. താക്കോൽ കാണാതാകുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയാണ് അവർ ടൂർ പോകുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും പോകാൻ തയ്യാറാകുന്നതുമൊക്കെ. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനി എന്ത് പുതിയ പ്രശ്നമാണ് വരുന്നത് എന്നുള്ളതാണ്. അതൊക്കെ ഫുൾ എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഓക്കെ, താങ്ക്